അടിപൊളി ടേസ്റ്റിൽ കറിനാരങ്ങ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 കറിനാരങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണ്, മഞ്ഞ കളറായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ചൂടായ വെള്ളത്തിലിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ചൂടാക്കി വാട്ടിയെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇതിൽ വെച്ചിട്ട് പുറത്തെടുത്ത് നന്നായി തുടച്ചെടുക്കണം. അച്ചാറിലേക്ക് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി അരിയണം. ഇനി ഒരു പാന് ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വഴറ്റിയെടുക്കാം. ഞാനിവിടെ കടുകിട്ട് പൊട്ടിക്കാൻ മറന്നിട്ടുണ്ട്. ഇനി നന്നായി തണുത്ത കറിനാരങ്ങ എടുത്ത് ഇതുപോലെ മുറിച്ച് നീളത്തിൽ മുറിച്ച് സീഡ്സും വെള്ള പോർഷനും കളഞ്ഞെടുക്കണം. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് കളർ മാറിയാൽ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർപ്പൊടി ഇല്ലെങ്കിൽ കശ്മീരി ചില്ലി പൗഡറും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ശർക്കര പൊടി ചേർത്തതും കൂടി ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് തണുപ്പിക്കാൻ വെക്കാം. വാട്ടിയെടുത്ത കറിനാരങ്ങ തണുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കാം. കുരുവെല്ലാം കളഞ്ഞ് വൈറ്റ് പോർഷൻ ഇതുപോലെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഒരു കഷ്ണം കായം നന്നായി വറുത്ത് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. മസാലപ്പൊടി വാട്ടിയെടുത്ത ചെമ്പിലേക്ക് തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ അരിഞ്ഞു വെച്ച കറിനാരങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സുർക്ക കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കടുക് പൊട്ടിക്കാൻ മറന്നതുകൊണ്ട് ഒരു ഫ്രൈ പാനിൽ നല്ലെണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടിയും കൂടി ചേർത്ത് ചൂടാക്കി നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും ചൂടില്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു ഗ്ലാസ് ജാറിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കി വെച്ചിട്ടുള്ള ഗ്ലാസ് ജാറിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. 1 വർഷം കേടുവരാതെ ഈ അച്ചാർ ഇരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു. ഇപ്പോൾ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ഐറ്റമാണ് കൂന്തൽ നിറച്ചത്. അത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീഡിയം കൂന്തലാണ് ഇതിന് വേണ്ടത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തല മുറിച്ചെടുത്തിട്ട് അരിയാതെ ഇത് ഫുള്ളായിട്ട് വേണം എടുക്കാൻ. ഇനി ഒരു പാന് ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയുള്ളി അരിഞ്ഞെടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിയില ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം.